ഡോക്ടർമാർ രാവിലെ വന്ന് മുറിവ് ഡ്രസ്സ് ചെയ്യാൻ നേരത്തെ മുറിവ് ഞെക്കുമ്പോൾ പഴുപ്പും ചോരയും കൂടെ ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞ് രാവിലെ തൊട്ട് ഉച്ചവരെ കരച്ചിലായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ചെയ്യുന്നതെല്ലാം ഞാൻ അടുത്ത് നിന്ന് കാണുന്നതായതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. കാരണം ഇത് വീണപ്പോൾ തൊട്ട് ഞാൻ കരയുന്നതാണ്. എനിക്ക് കരയാനില്ലാതെ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് മാറിപ്പോയി ഇരിക്കാൻ പറയും. അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ മാറ്റി വിടുക ഡോക്ടർമാർ വരുമ്പോൾ. എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് പോയിട്ട് ചേട്ടനൊക്കെ ഞാൻ പണിക്ക് പോയി അരി മേടിക്കാം. എനിക്കതൊരു വിശ്വാസമുണ്ട്, പണിക്ക് പോയിട്ട് അരി മേടിക്കാമെന്ന്. അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു നിവൃത്തിയിൽ ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ. ഇതാണ് സാജു ബ്രദർ. ഇപ്പോൾ പുരുഷന്മാരുടെ വാർഡിലാണ് കിടക്കുന്നത്. റൂം എടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇത് നമ്മളിപ്പോൾ കാണുന്നില്ലേ ആ കമ്പി, അത് ആ എല്ല് പിന്നെ പൊട്ടിയിട്ട് വീഴ്ചയിൽ എല്ല് പൊട്ടി പുറത്തേക്ക് വന്നു എല്ല്. എന്നിട്ട് അകത്തിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. എല്ല് തുളച്ച് കമ്പി ഇട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ്. പ്രിയമുള്ളവരെ, ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടല്ലോ. അത് സാജു ബ്രദറിൻ്റെ വീഡിയോ ആണ്. സാജു, 49 വയസ്സ്. അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണേ. എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. ആശുപത്രി ബില്ലടയ്ക്കാനില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ. 13 ദിവസമായി, ഇന്നേക്ക് 13 ദിവസമായി ആശുപത്രി വന്നിട്ട് വളരെ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ ഇപ്പോഴായിരിക്കുകയാണ്. ബില്ല് കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. എനിക്കവരെ അറിയാം, ഈ കുടുംബത്തെ എനിക്ക് അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വാക്കുകളൊന്ന് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്നു. ഇത് റെയ്മോളാണ്, സാജു ബ്രദറിൻ്റെ വൈഫ്. സഹോദരി പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണേ. ഇന്നത്തെ മഴയായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കാറിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് അല്പം തൊട്ട് താഴെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഞങ്ങളിപ്പോഴായിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഭർത്താവ് സാജു മരത്തിൽ നിന്ന് വീണ് കാലിൻ്റെ തുടയിൽ ഒടിഞ്ഞ് അസ്ഥി വെളിയിൽ വന്നു. മുറിവുകൾ പറ്റി, മുറിവ് ഇച്ചിരി മാരകമാണ്. അപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്പറേഷനും കൂടെ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുറിവ് പഴുത്തുകൊണ്ടിരിക്കുക, മുറിവിന് ഇൻഫെക്ഷൻ വന്ന കാരണമുണ്ട് അവർ ഓപ്പറേഷൻ നീട്ടി വെച്ചിരിക്കും. ഞങ്ങൾ 13 ദിവസമായിട്ട് കോലഞ്ചേരിയിലാണ്. ഇപ്പോൾ 1.25 ലക്ഷത്തോളം രൂപയോളം ബില്ലായി. ഇനിയും ഒരു 2 ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അടുത്ത ഓപ്പറേഷന് 2 ലക്ഷം രൂപയോളം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അടുത്ത ഓപ്പറേഷൻ എന്താ ചെയ്യാനുള്ളത്? അടുത്ത ഓപ്പറേഷൻ ഉള്ളിൽ നിന്ന് കമ്പിയിടണം. ഇപ്പോൾ വെളിയിൽ നിന്ന് കമ്പിയിട്ടേക്കുവാണ്. അടുത്ത അസ്ഥി കൂട്ടി യോജിപ്പിച്ച് ഉള്ളിൽ നിന്ന് കമ്പിയിടാനുള്ള ഓപ്പറേഷനാണ് അടുത്തത്. പിന്നെ ഈ മുറിവിൻ്റെ ഇൻഫെക്ഷൻ വന്നുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആൻറ്റിബയോട്ടിക്കും ഒക്കെ വളരെ വില കൂടിയ മരുന്നുകളാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുറിവ് ഉണങ്ങാൻ താമസമുണ്ട്. 13 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലായിരിക്കണം. ബില്ലടയ്ക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിവിടെ ഹോസ്പിറ്റലിലായിരിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളും രോഗികളാണ്. എനിക്ക് ആരും സഹായിക്കാനുമില്ല. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. സാജുബറിന്റെ പിതാവിന് എന്ത് പറ്റിയായിരുന്നു? അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ, ആ സമയത്താണല്ലോ മരത്തിൽ നിന്ന് വീണത്. അപ്പച്ചനോട് കളമശ്ശേരിയിൽ അഡ്മിറ്റ് ആയിരുന്നു ചേട്ടായി. അപ്പം ശ്വാസകോശത്തിൽ ഒരു മുഴയുണ്ട്. അപ്പം ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് അതിൻ്റെ സ്പെസിമെൻ എടുത്ത് RCCയിലേക്ക് അയച്ചേക്കുക.
ക്യാൻസർ ആണെന്നാണ്. അച്ഛന് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ ഉള്ളതല്ലേ? ഉള്ളതാണ്. പക്ഷെ ഇതിന് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് RCCയിലേക്ക് അയച്ചേക്കുക. ശ്വാസകോശത്തിലുള്ള ഒരു മുഴയുണ്ട്. ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ മരത്തെ കയറാനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് കൊക്കോ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി വെക്കാനുള്ളതിലും മേടിക്കാലോ എന്ന് പറഞ്ഞാണ്. ചേട്ടായിക്ക് കുറച്ച് ദിവസമായിട്ട് പണിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ കറി വെക്കാൻ എന്തെങ്കിലും മേടിക്കാലോ എന്ന് പറഞ്ഞാണ് കൊക്കോ പറിക്കാൻ പോയത് അവിടെ. എന്നിട്ട് കൊക്കോ പറിക്കാൻ പോയിട്ട് മരത്തിന്റെ കമ്പിന്ന് വഴുതി വീണതാണ്. അതിന്റെ അടിയിൽ പാറക്കല്ലായിരുന്നു. ആ പാറക്കല്ലിലേക്ക് അടിച്ച് വീണാണ്. അപ്പൊ തന്നെ അസ്ഥി വെളിയിൽ വന്നു എന്നാ പറഞ്ഞേ. കുറെ നേരം ആരും സഹായിക്കാല്ലാണ്ട് അവിടെ തന്നെ കിടന്നു. പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തി? അതൊരു വനത്തിന്റെ ഭാഗമല്ലേ, പിന്നെ എങ്ങനെ ആളുകൾ അറിഞ്ഞത്? അവിടെ കിടന്ന് വിളിച്ചു. അപ്പൊ കുറച്ച് പ്രായമുള്ളവരുണ്ടായിരുന്നേ. പിന്നെ ഫോൺ വിളിച്ച് ആംബുലൻസ് കയറി വന്നു. പിന്നെ അങ്ങനെ എല്ലാരും കൂടെ കയറ്റി ആശുപത്രി കൊണ്ടുപോയത്. എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അല്ലേ? അതെ. പിന്നെ വാർഡിലാണ് കിടക്കുന്നല്ലേ? വാർഡിലാണ് കിടക്കുന്നത്. എത്രാമത്തെ വാർഡ്? എങ്ങനെ? ഓ വാർഡിലാണ്. പുരുഷന്മാരുടെ വാർഡ് അല്ലേ? പുരുഷന്മാരുടെ വാർഡ്. ഓക്കെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങള് എന്താ? അദ്ദേഹം എന്താ ജോലി ചെയ്തോണ്ടിരുന്നത്? ആശാരിപ്പണിയായിരുന്നു. ഞങ്ങളിപ്പോ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാ താമസിക്കണേ. നേര്യമംഗലത്തുള്ള വീട്ടില് ആനശല്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കൊച്ചിന് ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നേര്യമംഗലത്തു നിന്ന് പോകുന്നത്. അപ്പൊ വർഷങ്ങളായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാ താമസിക്കുന്നത്. അവിടെ ആനശല്യമാണ്. ഞാൻ അവിടെ ഒരിക്കൽ ഭക്ഷണത്തിന്റെ കിറ്റ് ആ പ്രദേശത്ത് വിതരണം ചെയ്യാനായിട്ടൊരിക്കൽ വന്നിട്ട് പലചരക്ക് സാധനങ്ങൾ വന്നിട്ട് എൻ്റെ കാലിൽ കാലിൽ മൊത്തം കൊളയട്ടയടിച്ച് ഞാൻ അവസാന ആശുപത്രി അഡ്മിറ്റായി പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം എനിക്ക് വന്നു വനത്തിൽ വന്നിട്ട്. അതുപോലെ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമാണത്. ഇപ്പോഴും ആനശല്യമൊക്കെ ഉള്ള ഒരു പ്രത്യേകമായ സ്ഥലമാണ്. ഇപ്പൊ ഡോക്ടർമാരെന്താ പറയുന്നേ? ഡോക്ടർ പറയുന്നത് അത് പഴുത്തോണ്ട്. ഏത് ഡോക്ടറാ നോക്കുന്നത് ഇപ്പോ? ഡോക്ടർ സുജിത്ത ഓർത്തോയുടെ. ഓക്കെ. ഡോക്ടർ എന്താ പറയുന്നത് ഇപ്പോ? ഡോക്ടർ പറയുന്നത് മുറിവ് ഉണങ്ങാതെ അവർക്ക് അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അസ്ഥിയിലേക്ക് ആ പഴുപ്പ് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പഴുപ്പ് ഞെക്കി കളഞ്ഞോണ്ടിരിക്കുക. അവര് ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുക, ഡെയിലി ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുക. മുറിവ് അസ്ഥിക്ക് പഴുപ്പ് വന്നിട്ടുണ്ടോ? ഇപ്പൊ വന്നിട്ടില്ല. വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നീട്ടി വെച്ചിരിക്കുന്നത്, ഈ പഴുപ്പ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഉടനെ പോകാൻ പറ്റുമോ? ഈ മാസം നോക്കണ്ടെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ഇനിയിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞും 15 ദിവസം കഴിഞ്ഞ് ആ സ്റ്റിച്ച് വെട്ടിയിട്ടാണ് ഇവിടുന്ന് വിടുള്ളൂ. ഓപ്പറേഷന്റെ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല, പഴുപ്പ് ആയത് കാരണം കൊണ്ട്. അടുത്ത ആഴ്ച പറയാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ആശുപത്രി കിടക്കുമ്പോ വരുമാനമൊക്കെ എങ്ങനെയാ? വരുമാനം ഒന്നും ഒരു നിവൃത്തിയില്ല എനിക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പച്ചനും സുഖമില്ല. പണിക്ക് പോയി കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് ചേട്ടായിക്കും സുഖമില്ല. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഓരോരുത്തരും സഹായം അപേക്ഷിക്കാന്ന് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ സജി പാസ്റ്ററോട് സഹായം അപേക്ഷിച്ചത്. എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് സജി പാസ്റ്ററെ അറിയാവുന്നത് കൊണ്ട് സജി പാസ്റ്ററെ വിളിച്ച് ഞാൻ സഹായം അപേക്ഷിച്ചതാ. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? കോതമംഗലം ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. കോതമംഗലമാണ് ബ്രാഞ്ച് അല്ലേ? കോതമംഗലം ബ്രാഞ്ച്. അക്കൗണ്ടിൽ ആരുടെ പേരാ കിടക്കുന്നത്? എന്റെ പേര് തന്നെ കിടക്കുന്നത്. എങ്ങനെ പേര് കിടക്കുന്നത്? റെയ്മോൾ സാജു. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ നമ്മൾ സഹായിക്കണേ. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഞാൻ ഇന്ന് ഇവിടുന്ന് വളരെ ദൂരം യാത്ര പിന്നെ അരിപ്പാടിനപ്പുറം ചേപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ വളരെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ഒരു കർത്തദാസൻ ഗൾഫിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രാവിലെ പോയി കണ്ടിട്ട് തിരിച്ച് ഇപ്പോഴെ വന്ന് വളരെ ദൂരം വാഹനം ഓടിച്ചാണ് ഞാനിവിടെ എത്തിയത്. കാരണം ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. ആശുപത്രി ബില്ലടയ്ക്കാനില്ലാതെ വല്ലാതെ ഒരു പ്രയാസത്തിന് മധ്യയായിരിക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സന്ധ്യയുടെ സമയത്ത് ഞാനും വൈഫോട്ട് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. പ്രിയമുള്ളവരെ,
ഇവരുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. മറ്റാരുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ അയക്കേണ്ട, ആരുടെയും കൈവശവും നമ്മൾ കൊടുക്കണ്ട. ഇവരുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. നമുക്ക് അക്കൗണ്ട് നമ്പർ യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ നൽകുന്നതായിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ അവർ സഹായിക്കാൻ താല്പര്യമുള്ളവരും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരും ഫോൺ നമ്പറിനെ വിളിക്കുക, വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. പ്രിയമുള്ളവർ സഹായിക്കണം കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ, പെട്ടെന്ന് ഒരു കൂലിപ്പണിക്കാരനായിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കൊരു മോളാണുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ് ഈ പ്രിയമുള്ളവർക്കുള്ളത്. വല്ലാതൊരു പ്രയാസത്തിലാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എന്തെങ്കിലും അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ വിളിച്ചൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. തീർച്ചയായിട്ടും സഹായിക്കണേ, ഷെയർ ചെയ്യണേ. 49 വയസ്സുള്ള സാജു, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന് ഇനി പെട്ടെന്ന് സൗഖ്യമായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി എടുക്കാനായി പറ്റുകയുള്ളൂ. പിതാവ് ക്യാൻസർ രോഗിയാണ്, അദ്ദേഹത്തിന് തൈറോയ്ഡ് ക്യാൻസറാണ്. ഇപ്പോൾ അത് എല്ലാ വർഷങ്ങളും RCC പോയിട്ട് നമ്മൾ അദ്ദേഹം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ശ്വാസകോശത്തിനകത്ത് ആ മുഴയും കൂടെ വന്നിരിക്കുന്നത്, വെള്ളം കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്വാസമുട്ട് വന്നപ്പോഴാണ് വന്ന് കണ്ടത്. അപ്പോഴാണ് അത് മുഴ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി അതിൻ്റെ ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ മധ്യയാണ് എന്തെങ്കിലും ഒരു പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കൊക്കോ പറിക്കാനായി കൊക്കോ മരത്തിൽ കയറി അങ്ങനെ വീണത്. എന്തായാലും ഈ പരിശോധനയിൽ ദൈവം ഈ പ്രിയമുള്ളവരെ സഹായിക്കുകയും കരുതുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി നിലയിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡോക്ടർമാർ രാവിലെ വന്ന് മുറിവ് ഡ്രസ്സ് ചെയ്യാൻ നേരത്തെ മുറിവ് ഞെക്കുമ്പോൾ പഴുപ്പും ചോരയും കൂടെ ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞ് രാവിലെ തൊട്ട് ഉച്ചവരെ കരച്ചിലായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ചെയ്യുന്നതെല്ലാം ഞാൻ അടുത്ത് നിന്ന് കാണുന്നതായതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. കാരണം ഇത് വീണപ്പോൾ തൊട്ട് ഞാൻ കരയുന്നതാണ്. എനിക്ക് കരയാനില്ലാതെ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് മാറിപ്പോയി ഇരിക്കാൻ പറയും. അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ മാറ്റി വിടുക ഡോക്ടർമാർ വരുമ്പോൾ. എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് പോയിട്ട് ചേട്ടായിനൊക്കെ ഞാൻ പണിക്ക് പോയി അരി മേടിക്കാം. എനിക്കതൊരു വിശ്വാസമുണ്ട്, പണിക്ക് പോയിട്ട് അരി മേടിക്കാമെന്ന്. അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ഞാൻ.